ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരോർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചന്താർമങ്ങും മുഖം ചേതനമേനി യുഗം ചാരു നെറ്റിത്തടന്നൽ പൊൻകാരിൽ കാന്തി പൊങ്ങും പ്രഭയോടും പുരോരോമാളിയാളുന്ന ഭൂമി ചന്തത്തിൽ ജാനുവോളും വരുമരികരാബ്ജങ്ങളും തുങ്കഭക്ത്യാ ചിന്തിച്ചുള്ളത്തിലേന്തി ശ്രീനാരായണ ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേൻ. എത്രയും പ്രിയപ്പെട്ട കോട്ടയം യൂണിയനിലെ SNDP യോഗത്തിന്റെ സൈബർ സേനയ്ക്ക് ഹൃദയാംഗമായ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. കാരണം വളരെ മനോഹരമായ ഒരു ദൗത്യമാണ് ഈ കാലഘട്ടത്തിൽ സൈബർ സേന ഏറ്റെടുത്തിരിക്കുന്നത്. സൈബർ സേനയെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ധർമ്മം എങ്ങനെ ജനങ്ങളിൽ എത്തിക്കാം എന്നുള്ളതിന് അതിനാവശ്യമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നൂതനമായ ഈ മാർഗത്തിലൂടെ നമ്മുടെ ഗുരുഭക്തരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വീട്ടിലിരുന്ന് ഗുരുധർമ്മത്തെക്കുറിച്ച് കേൾക്കുവാനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ വലിയ മഹത്തായ ഒരു കർമ്മം, അതും പൊന്നിഞ്ചിങ്ങ മാസത്തിലെ 1-ാം തീയതി മുതൽ കന്നിമാസത്തിന്റെ 9-ാം തീയതി വരെ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച് ഒരു വലിയ മഹത്തായ ഒരു സന്ദേശം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുകയാണ്. ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇതിലെ ഒരംഗമാകാനായിട്ട് ഒരു പ്രഭാഷണം നടത്താൻ എനിക്ക് അവസരം നൽകിയതിലും SNDP യോഗം കോട്ടയം യൂണിയനോടും അതിൻ്റെ സൈബർ സേനയോടും വിശിഷ്യ എന്നെ ഒരു പ്രഭാഷകൻ എന്ന നിലയ്ക്ക് ഈ വേദികളിലേക്ക് എത്തിച്ച ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തോടും എനിക്കുള്ള നന്ദി കേവലം വാക്കുകളിൽ അർപ്പിച്ചുകൊണ്ട്, ആരാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഒരു സന്ദേശം, അല്ലെ ആരാണ് ഗുരുദേവൻ, അങ്ങനെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എൻ്റെ എളിയ അറിവിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ? ഈ കൊച്ചു കേരളത്തിൽ ജനിച്ച് ഈ കേരളത്തിൽ അവതരിച്ച് ഈ കേരളത്തിലെ ജനങ്ങളോടൊപ്പം, നമ്മുടെ പൂർവികന്മാരോടൊപ്പം 1-2 തലമുറയ്ക്ക് മുൻപിലുള്ള ജനങ്ങളുടെ ഒപ്പം ജീവിച്ചു പോയ ശ്രീനാരായണ ഗുരുദേവൻ ആരാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ ഒരു ഏകമായ ഉത്തരം കിട്ടില്ല. കുറച്ചാളുകൾ പറയും ശ്രീനാരായണ ഗുരുദേവൻ സന്യാസിയാണ്. മറ്റു കുറച്ച് ആളുകൾ പറയുന്നത് ഗുരുദേവൻ സാമൂഹ്യ പരിഷ്കർത്താവാണ്. നവോത്ഥാന നായകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, സന്യാസി, അതോടൊപ്പം തന്നെ നല്ല വൈദ്യൻ, യോഗയുടെ നല്ലൊരു ആചാര്യൻ, അങ്ങനെ ഗുരുവിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. പക്ഷെ ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുത്ത് നോക്കുന്നതിൽ നല്ലത് ശ്രീനാരായണ ഗുരുദേവൻ ഈ പറഞ്ഞ എല്ലാ വിശേഷണങ്ങൾക്കും ചേരുന്ന അനുരൂപനായ ഒരു അവതാരമാണ്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ബാഹ്യമായിട്ട് മാത്രമേ കേരളത്തിലെ ആളുകൾക്ക് അറിയൂ എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആരാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് അറിയാനുള്ള ഒരു ത്വരയൊന്നും നമ്മുടെ ആളുകൾക്കില്ല. പക്ഷെ ശ്രീനാരായണ ഗുരുദേവനെ നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മള് സാമൂഹിക പരിഷ്കർത്താവായിട്ട് ഗുരുവിനെ ചിത്രീകരിച്ചുകൊണ്ട് എവിടെങ്കിലും ഒരു ബോർഡ് വെച്ചാൽ ആ ബോർഡിൽ ജാതി സമവാക്യങ്ങൾ ചേർത്തുകൊണ്ട് ഒരു 3-4 പേരുടെ ഫോട്ടോ കാണും. അതിലൊരാളായിരിക്കും ശ്രീനാരായണ ഗുരുദേവൻ, നവോത്ഥാന നായകൻ. ആ ഒരു ഓമന പേരിട്ടിട്ട് ജാതിയുടെ സമവാക്യങ്ങൾ ചേർത്തുകൊണ്ട് 2 സവർണനെയും 2 അവർണനെയും ചേർത്തുകൊണ്ട് 4 പേരെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നവോത്ഥാനമായി എന്നുള്ളതാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാരുടെയൊക്കെ വെപ്പ്. പക്ഷെ ഇത് വളരെ കഷ്ടമാണ്.
മറ്റുള്ള ആളുകളിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവൻ വിഭിന്നമാകുന്നത് ഗുരുവിന്റെ ആത്മീയ വഴികൾ മാത്രമല്ല. ഗുരു ആത്മീയ വഴികളിലൂടെ നല്ല സന്ദേശങ്ങൾ ലോകത്തിന് നൽകുന്നതോടൊപ്പം ഗുരു ഏത് വിധത്തിലാണ് സാമൂഹിക പരിഷ്കരണം നടപ്പിലാക്കിയത് എന്ന് പ്രത്യേകം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഗുരുവിന്റെ പരിഷ്കരണം കേവലം ബാഹ്യമല്ല, മനുഷ്യന്റെ ഉള്ളിൽ, മനുഷ്യന്റെ ആന്തരികതമായി അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവനെ സമൂലം പരിഷ്കരിക്കുകയാണ്. അങ്ങനെ അതൊരു വെറും വാക്കുകളല്ല. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരാളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആലുവ അദ്വൈതാശ്രമത്തിലെ അധ്യാപകനായിരുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആള് വലിയ ഒരു ഭക്തനും അതോടൊപ്പം തന്നെ അദ്ദേഹം എല്ലാ ആചാരങ്ങളും അനുഷ്ഠിച്ച് ജീവിച്ചു വന്ന ഒരു ചെറുപ്പക്കാരനാണ്. വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു തൊഴിൽ അത്യാവശ്യമായതുകൊണ്ട് അങ്ങനെ ഒരു തൊഴിൽ അന്വേഷിച്ച് ആലുവ അദ്വൈതാശ്രമം സ്കൂളില് ഒരു അധ്യാപകനായിട്ട് അദ്ദേഹം കടന്നു വരികയാണ്. അങ്ങനെ ഒരു അധ്യാപകനായിട്ട് വരുമ്പോൾ അദ്ദേഹം അന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് അന്ന് പുരാണങ്ങളെല്ലാം പാരായണം ചെയ്ത് രാമായണവും മഹാഭാരതവും ഗീതയും ഭാഗവതവും ഒക്കെ നിത്യേന പാരായണം ചെയ്യുകയും എല്ലാ ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി ജീവിച്ചു വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അന്നത്തെ ജാതി വ്യവസ്ഥ അനുസരിച്ചുള്ള എല്ലാ ആചാരങ്ങളും കൃഷ്ണപിള്ളയും അനുഷ്ഠിച്ചു. എന്നാൽ തനിക്കൊരു ജോലി അത്യാവശ്യമായതുകൊണ്ടാവാം അദ്ദേഹം ആലുവ അദ്വൈതാശ്രമത്തിൽ ജോലിക്ക് കയറിയത്. അവിടെ ഒരു അധ്യാപന ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം വന്നു, ഇന്റർവ്യൂ പാസ്സായി, ജോലിയിൽ കയറി. അങ്ങനെ ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ ഗുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് സന്യാസിമാരോട് പൊതുവെ അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നുമുള്ള ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് മറ്റുള്ള സന്യാസിമാരെ പോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനെയും അദ്ദേഹം ചിന്തിച്ചത് കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ മറ്റ് സന്യാസിമാരെ പോലെ ഒരുപറ്റം ശിഷ്യഗണങ്ങളുമായിട്ട് അതിന്റെ നടുവിൽ മഹാരാജാവിനെ പോലെ തല ഉയർത്തിപ്പിടിച്ച് നടന്നു വരികയും ഒരുപാട് സന്യാസിമാര് ശിഷ്യഗണങ്ങളായിട്ട് പിന്നിൽ നടന്നു വരുന്ന ആ ഒരു പ്രൗഢ ഗംഭീരമായ അന്നത്തെ സന്യാസ ശ്രേഷ്ഠന്മാരെ കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാവന. അങ്ങനെയുള്ള ഒരാളെ തടിച്ചു കൊഴുത്ത് ഒരു വലിയ മനുഷ്യനായിട്ടൊക്കെ ചിത്രീകരിച്ചു. കാരണം കേരളത്തിൽ അത്രത്തോളവും ശ്രീനാരായണ ഗുരുദേവൻ ജനങ്ങളുടെ ഇടയിൽ സുപരിചിതനാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. അങ്ങനെ ആലുവ അദ്വൈതാശ്രമത്തിൽ വന്നു, ജോലിയിൽ കയറി. ജോലി ഇങ്ങനെ തുടർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആശ്രമത്തിൽ പെട്ടെന്നൊരു പുതുമ. ആശ്രമ പരിസരങ്ങളെല്ലാം അടിച്ചു വൃത്തിയാക്കുന്നു. പൊടിയില്ല എങ്കിൽ പോലും അവിടെയെല്ലാം പൊടിയെല്ലാം തുടച്ച് വളരെ പെട്ടെന്ന് എന്തോ ഒരു സംഭവിക്കാൻ പോകുന്നു, ഒരു പുതുമയുണ്ടാകാൻ പോകുന്നു എന്ന തരത്തിൽ വളരെ മോടിയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൗതുകമായി. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഇവിടെ ഈ പുതിയ സംഭവം? അപ്പൊ പറഞ്ഞു, അറിഞ്ഞില്ലേ, ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് വരും, ഗുരു വരുന്നതിന്റെ ഒരുക്കമാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൽ ദേവൻ എഴുന്നള്ളുന്നത് പോലെയുള്ള ഒരു മഹത്തായ ഒരുക്കങ്ങൾ അവിടെ നടക്കുകയാണ്. അങ്ങനെ ആ ഒരുക്കങ്ങൾ നടക്കുന്ന കാണുമ്പോൾ നല്ല കൗതുകമാണ് നമുക്ക്. അപ്പൊ ഇദ്ദേഹം ഇത് കണ്ടിട്ട് അത്ര വലിയ ഗൗരവത്തിലൊന്നും എടുത്തില്ല. അദ്ദേഹം നേരെ ആലുവ പുഴയുടെ തീരത്ത് കൂടി നടന്ന് അങ്ങ് പോയി. അങ്ങനെ നടന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ആളുകളൊക്കെ ആശ്രമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം വിട്ടിട്ട് അദ്ദേഹം പുഴയോരത്തുകൂടി അങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു ഗൃഹസ്ഥാശ്രമം അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. ഒരു മെല്ലിച്ച മനുഷ്യൻ, ഒരു വെളുത്ത വസ്ത്രധാരി, ഒരു തോർത്ത് തോളയിൽ ഇട്ടിട്ടുണ്ട്, ഒറ്റമുണ്ടുടുത്ത ആ ഒരു മനുഷ്യൻ അടുത്ത് വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് എന്ന്. അപ്പം ഞാൻ കൃഷ്ണപിള്ള,
എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാനിവിടെ സ്കൂളിലെ അധ്യാപകനാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അവിടെ വന്നിട്ട് അധികം ദിവസമൊന്നും ആയില്ല, അദ്ദേഹത്തിന് അവിടെ ഒരു പരിചയക്കുറവുണ്ട്. അങ്ങനെ ചോദിച്ച് പരിചയപ്പെട്ടു, ഇവരങ്ങ് പോയി. പക്ഷെ അവർ ആ ഗൃഹസ്ഥാശ്രമിയെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്തോ ആ ചൈതന്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഉടക്കി നിന്നു. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ആ സബ്ജക്റ്റ് അങ്ങ് വിട്ടു. പിറ്റേ ദിവസം രാവിലെ സ്കൂളിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴും അദ്ദേഹത്തിന് ഗുരുദേവനെ കാണുന്നില്ല. സ്കൂളിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് അറിയുന്നത് ഗുരുദേവൻ വന്നു കഴിഞ്ഞാൽ നാനാജാതി മതസ്ഥരെ എല്ലാം കൂടി ഇരുത്തി ഒരു സദ്യയുണ്ട്. മിശ്രഭോജനം എന്ന് പറഞ്ഞ് സഹോദരൻ അയ്യപ്പനൊക്കെ നടത്തി തല്ലുകൊണ്ട് പീഡനങ്ങൾ സഹിച്ച ആ മിശ്രഭോജനം ഗുരുദേവൻ യാതൊരു പ്രശ്നവുമില്ലാതെ, ആരുടെയും എതിർപ്പുകളില്ലാതെ, ഏതാണ്ട് ബ്രാഹ്മണരൊഴിച്ച് എല്ലാ ആളുകളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സദ്യയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിൽ പങ്കെടുക്കണം. അപ്പൊ ഇദ്ദേഹത്തിന് ആകെപ്പാടെ വലിയ വിഷമമുണ്ടായി. തന്നെ ഇന്നേ വരെ ജീവിതത്തിൽ ആചാരങ്ങളൊന്നും തെറ്റിച്ചിട്ടില്ല. ഇനി താഴ്ന്ന ജാതിക്കാരും മറ്റ് മതസ്ഥരും ഒക്കെയുള്ള ആളുകളുമായിട്ട് കൂടിയിരുന്ന് ആഹാരം കഴിക്കാനായി തന്നെ കിട്ടത്തില്ല. താൻ ആചാരമൊന്നും ലംഘിക്കില്ല. അദ്ദേഹം ഒരു നിശ്ചയ ദൃഢമായിട്ടൊരു വിശ്വാസത്തില് നിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പല ചിന്തകളും കടന്നു വന്നു. ഏതായാലും പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ഒരു ഭക്തൻ വന്നിട്ട് പറഞ്ഞു, സ്വാമികൾ വിളിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വരാൻ, പുതിയ അധ്യാപനം വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വരാൻ. അപ്പൊ അദ്ദേഹത്തിന് ആകെ ഒരു പരിഭ്രമം. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ആത്മസംഘർഷം അങ്ങനെ നടക്കുക. ചെറിയ രീതിയിലൊന്നുമല്ല. അന്നത്തെ കാലഘട്ടത്തെ വെച്ച് നോക്കണം. ഈ 21-ാം നൂറ്റാണ്ടിലെ ഈ സമയത്ത് നമ്മൾ കാണുന്ന ആ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് അതിനെ കാണരുത്. ആ കാലഘട്ടത്തിൽ എത്ര ഭയാനകമാണെന്ന് വിചാരിക്കണം. അന്ന് ആചാരമൊന്നും ലംഘിക്കാൻ ആർക്കും ധൈര്യമില്ല. അത് മാത്രമല്ല, അത് വളരെ കുറ്റകരമായ ഒരു കാര്യമാണ്. ആചാരം ലംഘിക്കാൻ പാടില്ല. അപ്പൊ ഇത് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിക്കില്ല. വേണോ പോകണോ വേണ്ടയോ, പോകണോ വേണ്ടയോ എന്നുള്ള ആ ഒരു സംഘർഷത്തിൽ നട്ടം തിരിഞ്ഞ് അദ്ദേഹത്തിന് അവസാനം പിടിച്ചിട്ട് നിന്നില്ല, നേരെ നടന്നങ്ങ് പോയി. അങ്ങനെ ആ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അതാ ഇരിക്കുന്നു ഇന്നലെ താൻ കണ്ട ഗൃഹസ്ഥാശ്രമി. ഇതാണോ ശ്രീനാരായണ ഗുരുദേവൻ? അദ്ദേഹത്തിന്റെ ഒരു അത്ഭുതമായിരുന്നു. കാരണം അദ്ദേഹം പ്രതീക്ഷിച്ച പോലെയുള്ള ആഡംബരങ്ങളോടുകൂടിയൊന്നും അല്ല ഈ സാധുവായ സന്യാസി. ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനായി ആലുവയുടെ മണൽത്തരികളെ ചവിട്ടി തന്റെ മുന്നിലൂടെ കടന്നുപോയത് ഈ മഹാഗുരുവാണെന്ന് അറിഞ്ഞത് അദ്ദേഹത്തിന് ആദ്യമേ തന്നെ അത്ഭുതമാണ്. എന്നിട്ട് അദ്ദേഹം അടുത്ത് ചെന്നപ്പോഴോ തനിക്കിരിക്കാനായിട്ട് ഇലയിട്ട് ഗുരുദേവന്റെ തൊട്ടടുത്ത് തന്നെ ഭക്ഷണം വിളമ്പിയിരിക്കുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ അടുത്തോട്ട് ചെന്നു. ആ ഭക്ഷണം കഴിക്കാനിരുന്നു, വാരി കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങി. ഉടനെ ഗുരു വളരെ ഗൂഢമായ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു, പോയോ? മനസ്സിലായില്ല ഇദ്ദേഹത്തിന് എന്ത് പോയോ എന്നാണ് ഗുരു ചോദിക്കുന്നത്. ഗുരു അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗുരു ആരുടെയും മനസ്സിലേക്ക് കടന്നു ചെല്ലും, അവർക്ക് ആവശ്യമുള്ളത് അവരുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കും, അവരുടെ മനസ്സിൽ നിന്ന് കളയേണ്ടതിനെ എടുത്ത് ദൂരെ കളയുകയും ചെയ്യും. അപ്പൊ ഗുരുദേവൻ ചോദിക്കുകയാണ്, പോയോ? ഉടനെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ അന്തരാത്മാവിൽ നിന്ന് സ്വയം എന്ന പോലെ ഒരു വാക്ക് പുറത്തേക്ക് വന്നു, പോയി സ്വാമി, എല്ലാം പോയി. എല്ലാം പോയി എന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സ് മറ്റൊരു രൂപത്തിലേക്കും പരിണാമം ചെയ്തു. ഗുരു എല്ലാം എടുത്തു കളഞ്ഞു. അതിന് നേരെ വൈറ്റ് വാഷ് ചെയ്തു. ചെയ്തിട്ട് ഗുരു തന്റെ സിദ്ധാന്തം ആ മനസ്സിലേക്ക് കടത്തിവിട്ടു. പിന്നീട് നാം കാണുന്നത് ആചാര അനുഷ്ഠാനങ്ങളിൽ ജീവിച്ച് ഭഗവത്ഗീതയും രാമായണവും ഭാഗവതവും ഒക്കെ നിത്യജീവിതത്തിൽ പാരായണം ചെയ്തുകൊണ്ടിരുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന മഹാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുക്തിവാദികളിൽ ഒരാളായി മാറി. അപ്പൊ ഒരു മനുഷ്യന്റെ മനസ്സ് പരിവർത്തനം ചെയ്യാനായിട്ട്, അതിനെ മാറ്റിയെടുക്കുവാനായിട്ട്
ശ്രീനാരായണ ഗുരുദേവന് ഒരു നിമിഷം, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് നമുക്ക് ആ സബ്ജക്റ്റിൽ നിന്ന് പിൻവാങ്ങാം. മഹാത്മാഗാന്ധി, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഭാരതത്തിൽ വന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഏറ്റെടുത്തു. ആ സ്വാതന്ത്ര്യ സമരം ഏറ്റെടുക്കുന്ന സമയത്ത് അത് വലിയ രീതിയിലൊന്നും ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിലെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നിട്ടില്ല. ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പോലും ഒരു തോന്നൽ ഉള്ളിലുണ്ടാവുന്നില്ല. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. പല സമരങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ജനങ്ങളുടെ പിന്തുണയില്ലാത്തത് കൊണ്ട് പൂർവാധികം ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തിയിലെത്തുന്നില്ല. പക്ഷേ അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് ശിവഗിരിയിൽ വന്നു കാണുന്ന സന്ദർഭത്തിൽ ഗുരുദേവൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം നമുക്ക് വളരെ ചുരുക്കി പറയാം, കാരണം അതിന്റെ മുഴുവൻ സംഭാഷണം നമുക്കിവിടെ ആവശ്യമില്ല. ഗുരുദേവൻ പറഞ്ഞു, അധകൃതരായ മനുഷ്യർക്ക് സാധാരണ ജനങ്ങളെ പോലെ ജീവിക്കുവാനുള്ള അവകാശം ഇവിടെ ഉണ്ടാവണം. ആദ്യം അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കണമെന്ന് മഹാത്മാ ഗാന്ധിയോട് ഗുരുദേവൻ പറയുകയാണ്. നമ്മളൊന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരുവിതാംകൂറിലെ മഹാരാജാവിനോട് അത് ഗുരുദേവൻ എന്താവശ്യപ്പെട്ടാലും നടത്തി കൊടുക്കാൻ സന്നദ്ധമായ തിരുവിതാംകൂറിലെ മഹാരാജാവിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ ഗുരുദേവൻ രാജാവിനോട് ചോദിക്കാതെ പറയുകയാണ്, അത് ഒരു അധികാരവുമില്ലാത്ത വെറും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ മഹാത്മജിയോട് പറയുകയാണ്, സാധുക്കളായ ജനങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കുവാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. എന്താണ് അതിനർത്ഥം? ഞാൻ ആദ്യം അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, എന്റെ മഹാരാജാവിനോട് ചോദിച്ചില്ല? മഹാരാജാവല്ലേ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത്? ഈ മഹാമനുഷ്യായ ത്രികാലജ്ഞാനിയായ ശ്രീനാരായണ ഗുരുദേവൻ അറിയാം വരാനിരിക്കുന്ന കാലത്ത് എന്താണ് സംഭവിക്കുന്നത്. ഒരു ജനകീയ ജനാധിപത്യ ഭരണം ഈ ലോകത്തുണ്ടാകുമെന്നും ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു സർക്കാർ ഉണ്ടാകുമെന്നും അവരാണ് ഇനി ഈ നാടിനെ രക്ഷിക്കേണ്ടതെന്നും ഉത്തമമായ ബോധ്യം ഗുരുവിനുണ്ടായിരുന്നത് കൊണ്ടായിരിക്കണമല്ലോ ഗുരു ഗാന്ധിജിയോട് അധകൃത വർഗങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കുവാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നത്. അതിന് ഭയങ്കര അർത്ഥമുണ്ട്. കാരണം അവർക്ക് ജീവിക്കണമെങ്കിൽ തൊഴിൽ വേണം, ആ തൊഴിലിന് ന്യായമായ വേതനം കിട്ടണം, അടിസ്ഥാനപരമായ അവരുടെ പാർപ്പിടം ഉണ്ടാകണം, അവർക്ക് പാർപ്പിടം, വസ്ത്രം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അന്ന് ഒരു തുണ്ട് ഭൂമി പോലും ഇവിടുത്തെ അധകൃതരുടെ കയ്യിലില്ല. ആ സമയത്താണ് ഗുരുദേവൻ പറയുന്നത്, അധകൃതർക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഉടനെ ഗാന്ധിജി പറയുന്നു, അത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നാം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാമല്ലോ എന്ന്. ഗുരുദേവൻ പറഞ്ഞ ഉടനെ ചിരിച്ചുകൊണ്ടാണ് ഗുരുദേവന്റെ മറുപടി, എങ്കിൽ ഗാന്ധിജി വീണ്ടും ജനിക്കേണ്ടി വരുമെന്ന്. അത് വളരെ അർത്ഥവത്തായ ഒരു മറുപടിയാണ്. ഗാന്ധിജി പറയുകയാണ്, അങ്ങ് വീണ്ടും ജനിക്കേണ്ടി വരും. ശരിയല്ലേ? 1948 ആഗസ്റ്റ് മാസം 1948 ജാനുവരി മാസം 30 മഹാത്മജി വെടിയേറ്റ് മരിച്ചു. 47 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ ത്രികാലജ്ഞാനിയായ ഗുരുദേവൻ അപ്പോഴേ മനസ്സിൽ കണ്ടിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ പിന്നീട് മഹാത്മാഗാന്ധി എന്ന ഒരു വ്യക്തി ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായിട്ടും ഗുരുദേവൻ അറിയാമായിരുന്നു. അതല്ലേ ആ സംഭാഷണത്തിന്റെ ബാക്കി പത്രം. അവിടെ നിന്ന് ഗുരുവിനോട് പറഞ്ഞിട്ട് നാം പിന്നീട് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് ഗുരുവിന്റെ അടുത്തു നിന്ന് പോകുന്ന മഹാത്മജി അന്ന് BJP ഹാളിൽ, ഇന്നത്തെ മഹാത്മാ അയ്യൻകാളിയുടെ നാമധേയത്തിലുള്ള ആ ഹാളിൽ എത്തിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന് ഞാൻ പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടു, ഗുരുദേവനുമായിട്ട് ഞാൻ സംസാരിച്ചു. ഗുരുദേവൻ എന്നോട് പറഞ്ഞു, അധകൃതരായ ആളുകളുടെ മോചനമാണ് ആവശ്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കാൾ മുമ്പേ അധകൃത വർഗത്തിന് മോചനം ഉണ്ടാവണമെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നാം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ശ്രീനാരായണ ഗുരുവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്നോട് പറഞ്ഞത്, ഞാൻ വീണ്ടും ഒരു ജന്മം കൂടി ജനിക്കണമെന്നാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, എന്റെ ഈ ജന്മത്ത് തന്നെ ഞാൻ അധകൃതർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാണ് പോകുന്നതെന്ന് പറഞ്ഞു. വിജറ്റ് ഹാളിൽ നിന്ന് പുറത്തു വരുന്ന ഗാന്ധിജി പുതിയൊരു മനുഷ്യനാണ്. ഗാന്ധിജി വിചാരിക്കുന്നത് പിന്നെ കാണുന്ന ഗാന്ധിജിയെ നമ്മൾ ഇന്നലെ വരെ കണ്ട ഗാന്ധിജിയെ അല്ല. ഗാന്ധിജിയുടെ ഭാവം മാറി, രൂപം മാറി, പ്രവർത്തന ശൈലി മാറി. അദ്ദേഹം ഹരിജന ഉദ്ധാരണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഹരിജന ഉദ്ധാരണത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഗാന്ധിജി ഒരു പെൺകുട്ടിയെ ദത്തെടുക്കും. ലക്ഷ്മി എന്ന് പേരിട്ട് തന്റെ സബർമതി ആശ്രമത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. പിന്നീട് എല്ലാം മാറി മറിയുകയാണ് കാര്യങ്ങൾ. അധകൃത വർഗങ്ങളിൽപ്പെട്ട ആളുകളെ ഗാന്ധിജി നെഞ്ചോട് ചേർക്കുകയാണ്. പിന്നെ ഗാന്ധിജി അവരുടെ പുനരുദ്ധാരണത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം, സ്വാതന്ത്ര്യ സമരം മാത്രമല്ല, അധകൃത വർഗങ്ങളുടെ പുനർജീവനം, അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഇത് മഹാഗുരുവിന്റെ സന്ദേശം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ആന്തരികമായിട്ട് ഗാന്ധിജിക്ക് ഒരു പരിവർത്തനം കൂടി ഉണ്ടാകുകയാണ്. അങ്ങനെ മഹാത്മജി പുതിയൊരു പരിവർത്തനത്തിലേക്ക് കടന്നതോടുകൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ജനങ്ങൾ ഓടിയെത്തി. അതുവരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആരായിരുന്നു പങ്കെടുത്തിരുന്നത്? ഇന്ത്യയിലെ സവർണരായ ഒരു വിഭാഗം ആളുകൾ മാത്രം. കാരണം അധകൃത വർഗങ്ങൾക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് യാതൊരു താല്പര്യവുമില്ല. അവർക്ക് നാട്ടിലെ രാജാക്കന്മാരെക്കാളിലും ഏറ്റവും കൂടുതൽ അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതും അവരോട് സഹകരിക്കുന്നതും വിദേശികളായ ഭരണാധികാരികളാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് ഇവിടുത്തെ ഒരധകൃതനും ആഗ്രഹിച്ചിരുന്നില്ല. അതുമൂലം ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയുന്നില്ല. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഈ മഹാപ്രസ്ഥാനം എന്ന് പറയുന്ന കോൺഗ്രസിനെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക്, അതും ബഹുഭൂരിപക്ഷമായ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശം ആവശ്യമായി വന്നു. കണ്ണു തുറന്നു ഗാന്ധിജി പിന്നീട് കണ്ട ഗാന്ധിജി ജനലക്ഷങ്ങളുടെ ആരാധനാമൂർത്തിയായിട്ട് അങ്ങ് മാറുകയാണ്. അതിനുശേഷം ഈ ഹരിജനോദ്ധാരണ പ്രവർത്തനവും സ്വാതന്ത്ര്യ സമരവും ഒരുപോലെ കൊണ്ടുപോകുകയാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ചേരികളിൽ പോയി അവരുടെ വൃത്തിഹീനമായ അന്തരീക്ഷത്തെ എല്ലാം അദ്ദേഹം മാറ്റി. അദ്ദേഹം ചെയ്ത ത്യാഗങ്ങളെ കുറിച്ച് ഓർക്കണം. ഈ മഹാത്മജി പോയി ചേരി പ്രദേശത്തെ കക്കൂസ് വൃത്തിയാക്കി, അവിടുത്തെ മലമൂത്ര വിസർജനം കോരിക്കളഞ്ഞു, തോട്ടിപ്പണി ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകൻ, ആ വലിയ മനുഷ്യൻ താഴേക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അധകൃത വർഗങ്ങളുടെ മലവും മൂത്രവും വരെ കോരി മാറ്റിക്കൊണ്ടാണ് അവരെ ഉദ്ധരിക്കാൻ മുന്നോട്ട് വന്നത്. അത് ജനഹൃദയങ്ങളിലേക്ക് ഗാന്ധിജി ഇറങ്ങി വരികയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഗാന്ധിജിയെ സ്നേഹിച്ചു തുടങ്ങി ജനങ്ങൾ. അങ്ങനെ ഗാന്ധിജിയുടെ പിന്നിൽ അധകൃത വർഗങ്ങളുണ്ടായി. അതാണ് ഡോക്ടർ BR അംബേദ്കർക്ക് പോലും അധകൃത വർഗങ്ങളെ കൂടെ നിർത്താൻ പറ്റാതെ വന്നത്. കാരണം അത്രമേൽ ഗാന്ധിജിയെ ജനങ്ങൾ സ്നേഹിച്ചു. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഗാന്ധിജിയെ സ്നേഹിച്ചു. ഗുരുദേവനെ പോലെ തന്നെ ഗാന്ധിജിയും അഹിംസ സിദ്ധാന്തങ്ങൾ അത് വളരെ പ്രസിദ്ധമാണ്. ഒരു ഉറുമ്പിന് പോലും പീഡയുണ്ടാകരുതെന്ന് പറഞ്ഞ ഈ മഹാഗുരുവിനെ അനുസ്മരിക്കും ഇത്, അല്ലെങ്കിൽ ആ ഗുരുവിന്റെ ദർശനം തന്നെയല്ലേ ഒരു വിധത്തിൽ ഗാന്ധിജിയും പറഞ്ഞത്. അങ്ങനെ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ഗാന്ധിജിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഗുരു തന്റെ കടമ നിർവഹിക്കുകയാണ് അവിടെ ചെയ്തത്. പിന്നീട് 1948 ജാനുവരി മാസം 30-ാം തീയതി ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഗാന്ധിജിയുടെ അന്തരത്തിൽ ആ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ഒരു നിമിഷമെങ്കിലും ഓർത്തിട്ടുണ്ടാവാം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ ഗാന്ധിജിക്ക് ഒരു ജന്മം കൂടെ വേണ്ടിവരും എന്ന്.
അപ്പൊ അത് അനർത്ഥമാക്കി. ഈ മഹാഗുരു ത്രികാലജ്ഞാനിയാണ്. പിന്നെ ഈ വന്ന ആളുകളൊന്നും വെറും നിസ്സാര മനുഷ്യരല്ല. ഇവിടെ നിലനിന്നിരുന്ന അനീതിയെ ഒന്നാകെ ഉച്ചാടനം ചെയ്യാൻ വേണ്ടി അവതരിച്ച ദേവാംശമാണെന്ന് നമ്മുടെ പുരാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം രാവണനെ കൊല്ലുവാനായിട്ട്, രാവണനെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് ശ്രീരാമൻ അവതരിക്കുന്നതിന് മുൻപ് ഭൂമിദേവി ഗോരൂപം പ്രാപിച്ച് ബ്രഹ്മാവിന്റെ അടുത്ത് ചെല്ലുകയും ബ്രഹ്മാവും ഭൂമിദേവിയും കൂടി വിഷ്ണുവിന്റെ അടുത്ത് ചെന്നിട്ട് വിഷ്ണുവിനോട് പറയുകയാണ്, രാവണന്റെ ചെയ്തികൾ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടി, ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങളെ രക്ഷിക്കണം, അതിന് അങ്ങേക്ക് മാത്രമേ കഴിയൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നൊരു കാര്യമുണ്ട്, അതിന് ഞാൻ ദശരഥ പുത്രനായിട്ട് ഭൂമിയിൽ അവതരിക്കും. അങ്ങനെ അവതരിക്കുമ്പോൾ ബ്രഹ്മാവിനോട് പറയുകയാണ്, എന്നെ സഹായിക്കാൻ വേണ്ടി ദേവാംശമുള്ള ഈ ദേവലോകത്തെ ദേവാംശമുള്ള ആളുകളെല്ലാം വാനര രൂപത്തിൽ അവതരിക്കണമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടിയും ഈ രാജ്യത്തെ നിലനിന്നിരുന്ന അസമത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും ഇവരെല്ലാം മനുഷ്യരൂപം ധരിച്ച് ഭൂമിയിലെത്തിയ ദേവന്മാരാണ്. ഇവരാരും നിസ്സാരക്കാരായ മനുഷ്യരല്ല. അതാണ് ഇവർക്കെല്ലാം എല്ലാവർക്കും മനുഷ്യരുടെ ഇടയിൽ അത്രമേൽ സ്വാധീനം ഉണ്ടായത്. ഇവർക്കെല്ലാം വെളിച്ചം പകർന്നുകൊണ്ട് 1000 സൂര്യ തേജസ്സോടുകൂടി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നിന്നു. ഗുരുദേവന്റെ തേജസ് ഇവരിൽ എല്ലാവരിലും എത്തി. എവിടെയെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവുകൾ അപ്പോൾ പരിഹരിച്ചു. പക്ഷേ താനാണ് ഇതിനൊന്നും കർത്താവെന്ന് ഒരിക്കൽ പോലും ഗുരുദേവൻ ഒരാൾക്കും തോന്നുവാൻ വേണ്ടിയുള്ള പ്രവൃത്തിയല്ല നടത്തിയത്. ഗുരുദേവൻ അതിന്റെ ഒന്നും ക്രെഡിറ്റ് അല്ലെ തൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് വരുത്തുകയോ അത് ആരെയെങ്കിലും ബോധ്യപ്പെടുത്തുകയോ ചെയ്തില്ല. ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് രൂപത്തിലാണ് ഗുരുവിന്റെ ചിന്തയ്ക്കനുസരിച്ച് ഒരു ഭരണഘടന നിലവിൽ വന്നത്? ശ്രീനാരായണ ഗുരുദേവ ശിഷ്യനായിരുന്ന ധർമ്മതീർത്ഥ സ്വാമികള് ഒരു തീർത്ഥയാത്രയിൽ ഡൽഹിയിലും ആഗ്രയിലും ഉത്തർപ്രദേശിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന അവസരത്തില് അദ്ദേഹം ഒരുപാട് ആളുകളെ കണ്ട് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു. അതിന്റെ ഒരു പരിണിത ഫലമാണ് മായാവതി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഡൽഹിയുടെയും UP-യുടെയും അതിർത്തിയിൽ ഒരു ഗുരുദേവ മന്ദിരം സ്ഥാപിച്ചു. അപ്പൊ ഒരു ഗുരുമന്ദിരം സ്ഥാപിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞിരുന്ന അവർക്കെങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവനെ അറിയാൻ കഴിഞ്ഞത്? അത് ശ്രീനാരായണ ഗുരുദേവനെ അവർക്ക് അറിയാൻ കഴിഞ്ഞത് കാൻഷിറാം, അവരുടെ ഗുരുവായ കാൻഷിറാമിൽ നിന്നാണ്. അപ്പൊ കാൻഷിറാമിന്റെ അടുത്തേക്ക് ആരാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം എത്തിച്ചത്? അത് ധർമ്മതീർത്ഥ സ്വാമികളാണ്. അപ്പൊ ഇതുപോലെ അവിടെ പര്യടനം നടത്തിയ അവസരത്തിൽ അംബേദ്കറും ഒക്കെ ആയിട്ട് ധർമ്മതീർത്ഥ സ്വാമികൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്ന 1948 ജാനുവരി മാസം 30 ഡോക്ടർ അംബേദ്കറുടെ പുത്രൻ ശിവഗിരിയിലുണ്ട്. ശിവഗിരിയിലെ സന്ദർശന രേഖയിൽ അദ്ദേഹം എഴുതിയത്, അവിടെ വെച്ചാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രനെ ശിവഗിരിയിൽ വരണമെങ്കിൽ ഡോക്ടർ അംബേദ്കർ തീർച്ചയായിട്ടും ഗുരുദേവനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടല്ലോ, ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതല്ല, പിന്നെ അംബേദ്കർ എന്ന് പറയുന്ന ഒരു മഹാൻ, അതും വെറും ഒരു സൃഷ്ടിയല്ല. ലോകത്തെ എല്ലാ ഭരണഘടനകളെ കുറിച്ച് പഠിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇന്ത്യയിലില്ല, ഇത്രയും ലോക പരിചയമുള്ള ഒരാൾ ഇന്ത്യയിലില്ല. വിദേശ രാജ്യങ്ങളിലെല്ലാം പോയി വിദേശത്തെ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്ന ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിൽ നിഷിദ്ധമായിരിക്കുന്ന കടമയാണ് ഭരണഘടന എഴുതുക എന്നുള്ളത്. അദ്ദേഹം അത് വളരെ ഭംഗിയായി നിർവഹിച്ചു. പക്ഷെ അവിടെയും ഗുരുദേവന്റെ ഒരു സ്വാധീനം കാണാം, അദൃശ്യമായ ഒരു സ്വാധീനം. അതിനെയൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കുവാനും ഗുരുദേവനെ കുറിച്ച് കൂടുതൽ ആ കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചത് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് എല്ലാവരും, അതിന്റെ ഉദ്ദേശം സൈബർ സേന പ്രത്യേകിച്ചും അത് ചെയ്യുന്നത് എല്ലാവരും ഏക സഹോദരങ്ങളെ പോലെ ഒന്നിച്ചു കൂടി ജീവിക്കുവാനാണ്. ക്രിസ്ത്യാനിയെ ഇല്ലായ്മ ചെയ്യുവാനോ മുസൽമാനെ ഇല്ലായ്മ ചെയ്യുവാനോ
മറ്റ് മതങ്ങളുടെ മറ്റ് ജാതിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനോ അല്ല ശ്രീനാരായണ ധർമ്മം സൈബർ സേന പ്രചരിപ്പിക്കുന്നത്. അവരുടെ ഉദ്ദേശത്തെ നിങ്ങൾ മനസ്സിലാക്കണം, അതിനോടൊപ്പം സഹകരിക്കണം. കാരണം അവർക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, വരും തലമുറ ഇവിടെ ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലാതെ ഏക സഹോദരങ്ങളായിട്ട് കഴിയണം. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ ആഗ്രഹിച്ചത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് മറ്റുള്ളവരുടെ സുഖത്തിനായിട്ട് വരണം. മറ്റുള്ളവരുടെ സുഖത്തിനായി വരുമ്പോൾ ആർക്കും ദുഃഖമില്ലാത്ത ഒരവസ്ഥ, അത് പരസ്പരം നമ്മുടെ പ്രവൃത്തിയിലൂടെ ലഭിക്കുകയുള്ളൂ. അതിനൊരു കൂട്ടായ പ്രവർത്തനത്തിന് ഈ കേരളത്തെ സജ്ജമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇതിന്റെ സൈബർ സേന നിർവഹിക്കുന്ന ഈ കർത്തവ്യം എല്ലാവിധത്തിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അവർക്ക് മേൽക്കുമേൽ നന്മകൾ വരട്ടെ, അവരുടെ ദൗത്യം വൻ വിജയമായി മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.